ഹലോ സുഹൃത്തുക്കളെ, നിങ്ങൾക്കെല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സോ നിങ്ങളൊരു സ്റ്റുഡൻ്റ് ആണോ, അല്ലെങ്കിൽ ഹയർ സ്റ്റഡീസിന് ഫോക്കസ് ചെയ്യുന്ന ഒരാളാണോ? ഈ വരുന്ന വർഷം BSc നഴ്സിങ്ങിനോ എഞ്ചിനീയറിങ്ങിനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കോഴ്സിന് നിങ്ങൾ പുറത്തേക്ക് എവിടെയെങ്കിലും നാടിന് പുറത്തേക്കോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റിയിൽ പോകാൻ വേണ്ടി പ്ലാൻ ചെയ്തിട്ടുണ്ട്, മെരിറ്റിലല്ലാണ്ട്. സോ നിങ്ങൾക്കൊക്കെ ഈ വീഡിയോ ഉപകാരപ്പെടും. ഇത് ഒന്നോ രണ്ടോ ചിലപ്പോൾ മൂന്നോ വീഡിയോസ് ആയിട്ടായിരിക്കും വരിക, ഷോർട്സ് ആയിട്ട്. കാരണം ഒറ്റ വീഡിയോ നിൽക്കുമെന്ന് എനിക്ക് അറിയില്ല. ഇത് എഡിറ്റിങ്ങോ വേറെ സ്ക്രിപ്റ്റഡോ ഒന്നുമല്ല. സോ വീഡിയോയിലേക്ക് പോകാം നമുക്ക്. ഈ കഴിഞ്ഞ ഒരു ദിവസം ഞങ്ങൾ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ട്രാവൽ ചെയ്യുന്നുണ്ട്. സോ അടുത്തിരുന്ന ഒരാൾ വളരെ ഘോരം ഈ അഡ്മിഷൻസിനെ കുറിച്ചിട്ട്, കരിയർ ഗൈഡൻസിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. അതിനെ കുറച്ച് നട്ട്ഷെല്ല്, കുറച്ചൊരു സമ്മറി ഞാൻ നിങ്ങൾക്ക് ആദ്യം പറഞ്ഞുതരാം. പുള്ളിയുടെ കോൺവെർസേഷനിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയ കാര്യം എന്താണെന്ന് വെച്ചാൽ, പുള്ളി ഒരു എഡ്യൂക്കേഷൻ കൺസൾട്ടൻസി നടത്തുന്ന ഒരാളാണ്. പുള്ളി ഇന്ത്യയിൽ പല സ്റ്റേറ്റുകളിൽ നിന്നും കുഞ്ഞുങ്ങളെ ക്യാൻവാസ് ചെയ്ത്, സ്റ്റുഡൻസിനെ ക്യാൻവാസ് ചെയ്ത് പല കോളേജിലേക്കും അഡ്മിഷൻ നടത്തുന്നുണ്ട്. സോ ഈ എഡ്യൂക്കേഷൻ കൺസൾട്ടൻസീസ് നമ്മുടെ നാട്ടിൽ പുതിയൊരു കൺസെപ്റ്റ് ഒന്നുമല്ല. ഈ രജിസ്റ്റേർഡ് ആയിട്ടും അല്ലാതെ ഈ പല പഠിക്കുന്ന പിള്ളേരും ഒക്കെ ചെയ്യുന്നൊരു കാര്യമാണ്. നമ്മളിൽ പലരും അങ്ങനെയുള്ള ആൾക്കാരെ കണ്ടിട്ടുണ്ടാവും, അവരുടെ പരസ്യങ്ങൾ കണ്ടിട്ടുണ്ടാവും. നിങ്ങളെ പലരെയും അല്ലെങ്കിൽ നമ്മളിൽ പലരെയും അവർക്ക് റീച്ച് ഔട്ട് ചെയ്തിട്ടുണ്ടാവും, ആ യൂണിവേഴ്സിറ്റി കൊള്ളാം, ഈ യൂണിവേഴ്സിറ്റി കൊള്ളാം എന്നൊക്കെ. പക്ഷെ എനിക്കറിയാത്തൊരു കാര്യം ഞാൻ ആ പുള്ളിയുടെ കോൺവെർസേഷൻ എന്ന് മനസ്സിലാക്കി. പുള്ളിയുടെ ഈ വർഷത്തെ ടാർഗറ്റ് എന്ന് പറയുന്നത് 80 ലക്ഷം രൂപയാണ്. ഒരു കുട്ടിയെ അഡ്മിഷൻ എടുത്ത്, ഏത് കോഴ്സിനാണെന്ന് എനിക്കറിയില്ല കേട്ടോ, ഒരു കുട്ടിയെ അഡ്മിഷൻ എടുത്ത് കൊടുക്കുമ്പോൾ പുള്ളിക്ക് കിട്ടുന്ന കമ്മീഷൻ എന്ന് പറയുന്നത് 1.5 മുതൽ 2 ലക്ഷം രൂപയാണ്. ഏറ്റവും കുറഞ്ഞതാണ് പുള്ളി പറയുന്നത്. നമുക്ക് മിനിമം ഒരു 1.45 ലാക്സ് മിനിമം എടുക്കണം, അത് അപ് ടു 2 ലാക്സ് വரைക്കും പ്രശ്നമില്ലാണ്. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയേ. എന്തായാലും MBBSന് ഡൊണേഷൻ തന്നെ 60-70 ലക്ഷങ്ങൾ വരുന്നുണ്ടെന്ന് തോന്നുന്നു അല്ലേ? എന്റെയൊക്കെ സ്കൂൾ ഡേയ്സിൽ ഞാൻ +2 പഠിക്കുന്ന സമയത്ത് 45-50 ഒക്കെ ഡൊണേഷൻ വാങ്ങിച്ച സ്ഥലങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട്. എനിക്കറിയില്ല ഇപ്പോഴും കൃത്യമായിട്ട് എത്രയാണ്, പക്ഷെ എന്തായാലും MBBSനല്ല. സോ ഈ പറയുന്ന കോഴ്സസ് മിക്കവാറും ഈ BSc നഴ്സിംഗോ അല്ലെങ്കിൽ ഗ്രാജുവേറ്റ് ലെവൽ കോഴ്സസ് ആകാം. സോ എന്താ പറയുക, അപ്പോൾ ഇച്ചിരി ചെറിയൊരു പറയും. അപ്പോൾ നമുക്ക് എന്താ പറയുക, സോ ഗ്രാജുവേറ്റ് ലെവൽ കോഴ്സിന് അവർ ഇത്രയും മേടിക്കുന്നെങ്കിൽ ബാക്കിയുള്ള കോഴ്സസിൽ എങ്ങനെയായിരിക്കാം? എൻ്റെ ഒരു ചോദ്യം. രണ്ടാമത്തെ ചോദ്യം എന്താണെന്ന് വെച്ചാൽ, ഈ വാങ്ങുന്ന 1.5 ലക്ഷം, 2 ലക്ഷം രൂപ അത് അവർക്ക് കിട്ടുന്ന കമ്മീഷൻ ആണെങ്കിൽ പോലും കോളേജുകാർ കൊടുക്കുന്നുണ്ടാകാം. ഒപ്പം സ്റ്റുഡൻറ്റിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങാതിരിക്കത്തൊന്നുമില്ല. ഏതെങ്കിലും ഡൊണേഷൻ, അത് ഇത് മറ്റേത് മറിച്ചൊന്നും പോയിട്ട് ഈ കോളേജുകാർ കൊടുക്കുന്ന കാശ് സ്റ്റുഡൻറ്റിൻ്റെ കയ്യിൽ നിന്നല്ലേ മേടിക്കുന്നത്. സത്യത്തിൽ നമ്മൾ അത്രത്തോളം കാശ് ഒരു സ്ഥലത്ത് അഡ്മിഷൻ ആകാൻ വേണ്ടി കൊടുക്കേണ്ട കാര്യമുണ്ടോ? 2 ലക്ഷം വരെ 1.5-2 ലക്ഷം രൂപയൊക്കെ നമ്മൾ ഹാർഡ് ഓൺ ചെയ്യുന്ന മണി, നമ്മുടെ പാരൻസ് ഓൺ ചെയ്യുന്ന മണി എന്തിനു കൊടുക്കണം? ഇമാതിരി ഇത് കാശിന്റെ സൈഡ് പോകട്ടെ. ഇത് ഒരു സർപ്രൈസിംഗ് ഒരു എലമെന്റ് പുള്ളി പറയുന്നുണ്ടായിരുന്നു. ആ കാര്യം എന്താണെന്ന് വെച്ചാൽ, പുള്ളി അവരുടെ ഫോണിൽ സംസാരിക്കാൻ മീൻസ് ആ സമയത്ത് പുള്ളി പറയുന്നുണ്ട്, ഒരു പർട്ടിക്കുലർ അക്രഡിറ്റേഷൻ, ഒരു സർട്ടിഫിക്കേഷൻ അവർ പറഞ്ഞ യൂണിവേഴ്സിറ്റിക്ക് കോളേജിന് ഇല്ല. പുള്ളി പറയാം, സാരമില്ല, നമുക്ക് വേറെ സർട്ടിഫിക്കേഷൻ കൊടുക്കാം, എന്താ പറയുക, വേറെ അപ്രൂവലിന്റെ വേറൊരു ലിങ്ക് കൊടുക്കാം, അല്ലെങ്കിൽ ഒരു കോപ്പി കൊടുക്കാം, കൊടുത്തിട്ട് മറ്റേത് കിട്ടും, അത് ഓൾറെഡി ആയി, അത് നമുക്ക് എന്തെങ്കിലും പറഞ്ഞ സ്റ്റുഡൻസിനെ മാനേജ് ചെയ്യാമെന്ന്. എന്റെ പൊന്നു ഗൈസ്, അപ്പോൾ ഇവർ ചെയ്യുന്ന എന്തുവാണ്? പ്രോപ്പറായിട്ടുള്ള അക്രഡിറ്റേഷൻസ്, പ്രോപ്പറായിട്ടുള്ള ഒരു അപ്രൂവൽസ് ഇല്ലാത്ത കോളേജുകളിൽ പോലും ഇവർ അഡ്മിഷൻ ചെയ്യുന്നുണ്ട്. ഇവരുടെ വാക്കുകൾ വിശ്വസിച്ച് വന്ന സ്റ്റുഡൻസ് എന്താകും? ഇവൻ ബാംഗ്ലൂർ, അല്ലെങ്കിൽ നമ്മൾ പലപ്പോഴും ന്യൂസുകളിൽ കാണാറുണ്ട്, ഈ പിള്ളേർ പഠിച്ച് 1 വർഷമൊക്കെ കഴിയുമ്പോഴാണ് പിള്ളേർ അറിയുന്നത് എന്താണ് ആ കോഴ്സിന് അംഗീകാരമില്ലായിരുന്നു. ഇവിടെ വന്ന് ചാടുമ്പോഴാണ് അറിയുന്നത് ആ കോഴ്സിന് അല്ലെങ്കിൽ കോളേജിന് വേണ്ടപ്പെട്ട ഫെസിലിറ്റീസ് ഇല്ലായിരുന്നു എന്ന്. അപ്പോൾ അതിന് ആ ഒരു സമയമാകുമ്പോൾ നമ്മുടെ കുറച്ച് വർഷങ്ങൾ പോയി കാണും, നമ്മുടെ കുറച്ചധികം സമയം പോയിക്കൊണ്ടുണ്ടാകും, നമ്മുടെ കാശ് കുറെ പോയിട്ടുണ്ടാകും, നമ്മുടെ എഫേർട്ട് വേസ്റ്റ് ആയിട്ടുണ്ടാകും. അതിൻ്റെയൊക്കെ വല്ല ആവശ്യമുണ്ടോ നമുക്ക്? നമ്മൾ സത്യത്തിൽ നമ്മളെ കുഴിയിലേക്ക് ചാടിക്കുന്നതല്ലേ ഈ എഡ്യൂക്കേഷൻ കൺസൾട്ടൻസി. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മുടെ നാട്ടിൽ തന്നെ പല മാധ്യമ സ്ഥാപനങ്ങളും എഡ്യൂക്കേഷൻ ഫെയർസ് നടക്കാറുണ്ട്. പലരും വിചാരിക്കും അവിടെ വരുന്ന ആൾക്കാരൊക്കെ ജെനുവിനാണെന്ന്. സത്യത്തിൽ ജെനുവിനാണോ ഗൈസ്? നമ്മൾ എത്ര പേര് അവർ പറയുന്ന കോഡിൽ പറഞ്ഞുള്ള ആ രജിസ്ട്രേഷൻസ് അല്ലെങ്കിൽ ഇതൊക്കെ ഉണ്ട് നമ്മൾ ചിന്തിക്കുന്നത്. നമ്മൾ എത്ര പേര് ബാക്ക് എൻഡ് ഡീപ്പ് റിസർച്ച് നടത്തിയിട്ടുണ്ട്? ജസ്റ്റ് ഒരു നമ്മുടെ നിവിൻ പോളിയുടെ ഒരു മൂവി ഉണ്ടല്ലോ, പുള്ളിക്കാരൻ പോലീസായിട്ട് വരുന്നത്, അതിൽ പറയുന്നുണ്ട്,
ഒരു നമ്മുടെ ഞാൻ പുള്ളിയുടെ പേര് പറഞ്ഞു ഒരു പോലീസ് സ്റ്റേഷൻ കേസിൽ ആൾ വരുമ്പോൾ പറയും നിനക്ക് എന്ത് ലൈസൻസ് ഉള്ളൂ, എനിക്ക് മുനിസിപ്പാലിറ്റി എന്നുള്ള ലൈസൻസ് ഉണ്ടെന്ന്. ഈ എഡ്യൂക്കേഷൻ കൺസൾട്ടൻസീസ് ഒക്കെ നടത്താനായിട്ട് നമുക്ക് മുനിസിപ്പാലിറ്റി സർട്ടിഫിക്കറ്റ് മാത്രം മതിയോ, പഞ്ചായത്തിന്റെ സർട്ടിഫിക്കറ്റ് മാത്രം മതിയോ, അത് വേറൊന്നും വേണ്ടായോ? ദിസ് ഈസ് റിയലി സർപ്രൈസിങ് ഗൈസ്. നമ്മൾ പിള്ളേരുടെ ഭാവി വെച്ചാണ് ഈ ആൾക്കാർ കളിക്കുന്നത്. ഭയങ്കര പെയിൻഫുൾ അല്ലയോ? പുള്ളിക്ക് പറഞ്ഞ് അങ്ങനെ എക്സാഗ്രേറ്റ് ചെയ്ത് തള്ളുക, ഒന്ന് പറയുക നമുക്ക് ആ സ്കൂളിൽ പോകണം, ഈ സ്കൂളിൽ പോകണം, ഇതാണ് ഒരു കോളേജിന്റെ അങ്ങനെയാണ് ഇങ്ങനെയാണ്, അത് നമുക്ക് കുറെ ഫോട്ടോസ് എഡിറ്റ് ചെയ്യണം, ഫോട്ടോഷോപ്പ് ചെയ്യണം. ജസ്റ്റ് ഒരു മാർക്കറ്റിംഗ് മെറ്റീരിയൽസ് മാത്രമായിട്ട് മാറുകയാണ്. ഈ മാർക്കറ്റിംഗ് മെറ്റീരിയൽസ് കണ്ടുവയ്ക്കുന്ന പിള്ളേരോ അവരുടെ കുടുംബമോ വലിയൊരു ട്രാപ്പിലേക്ക് പോകും. സോ ഇത് എങ്ങനെ ഒഴിവാക്കാം, അല്ലെങ്കിൽ ഇതെങ്ങനെ ഇങ്ങനെയുള്ള ട്രാപ്പുകൾ നമുക്ക് എങ്ങനെ മുന്നോട്ട് മാറാം, അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ അത് റിക്കവർ ആകാം, അല്ലേ? സോ ഞാൻ നിങ്ങൾക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞുതരാം. ഫസ്റ്റ്, ദയവ് ചെയ്ത് ഈ കൺസൾട്ടൻസീസ് പോകുമ്പോൾ അവരുടെ രജിസ്ട്രേഷനും ബാക്കിയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് തിരക്കുക. നിങ്ങൾ അങ്ങനെ പോകുന്നെങ്കിൽ ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും മൊബൈലുണ്ട്, മൊബൈലുകളിൽ ഇന്റർനെറ്റ് ഉണ്ട്, ലാപ്ടോപ്പും മിക്ക ആൾക്കാർക്കും ഉണ്ട്. ലാപ്ടോപ്പ് ഇല്ലെങ്കിൽ പോലും മൊബൈലും ഇന്റർനെറ്റും ഉണ്ട്. നമുക്കിപ്പം +2 കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ട് മാസ്റ്റേഴ്സിനോ ഗ്രാജുവേറ്റ് കോഴ്സസിനോ പോകണമെങ്കിൽ നമ്മൾ യൂണിവേഴ്സിറ്റീസ് നോക്കുക, കോളേജസ് ഷോർട്ട് ലിസ്റ്റ് ചെയ്യുക, ഏത് നാട്ടിലായാലും അവിടെ പോയിട്ട് അവർ കുറേ ലിസ്റ്റ് പറയും അക്രഡിറ്റേഷൻസ്, അല്ലേ? ആ അക്രഡിറ്റേഷൻസ് ഒക്കെ ഉണ്ടോ എന്ന് ആ റെസ്പെക്റ്റീവ് ആയിട്ടുള്ള ബോഡിയുടെ വെബ്സൈറ്റിൽ പോയിട്ട് ചെക്ക് ചെയ്യുക. ഫോർ എക്സാമ്പിൾ UGC, NAC, സോ അല്ലെങ്കിൽ ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിൽ, അല്ലേ? സോ അവിടെയൊക്കെ പോയിട്ട് അത് റെക്കഗ്നൈസ്ഡ് ആണോ, എന്നാണ് റെക്കഗ്നൈസേഷൻ കിട്ടിയത് ഒക്കെ തിരക്കുക. സോ ആദ്യം അവരുടെ വെബ്സൈറ്റിൽ പോയി തിരക്കുക. എൻ്റെ വെബ്സൈറ്റിൽ പോയിട്ട് ഈ തേർഡ് പാർട്ടി നമ്മുടെ ആ ബോഡിയുടെ സർട്ടിഫിക്കേഷൻ ഇഷ്യൂയിങ് ബോഡിയുടെ വെബ്സൈറ്റിൽ പോയിട്ട് ക്രോസ് ചെക്ക് ചെയ്യുക, ക്രോസ് വെരിഫിക്കേഷൻ നടത്തുക. അപ്പോൾ അത് അത്രയും മാച്ചായി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ആരുടെ സഹായം ആവശ്യമില്ല. വളരെ ഈസി ആയിട്ട് സിമ്പിളായിട്ട് ആ യൂണിവേഴ്സിറ്റിയുടെ കോൺടാക്ട് ഡീറ്റെയിൽസിൽ പോവുക. അവിടെ അഡ്മിഷൻ ക്രൈറ്റീരിയയിൽ കോൺടാക്ട് ഡീറ്റെയിൽസ് ഉണ്ടാവും, നേരിട്ട് വിളിക്കുക. പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസ് ആണെങ്കിൽ നിങ്ങൾക്ക് ഫീസിൽ നെഗോഷിയേറ്റ് ചെയ്യാൻ പറ്റും പ്രോബബിളി. പിന്നെ ചില നല്ല പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസ് ഉറപ്പായിട്ടും അല്ലെങ്കിൽ കോളേജസ് നിങ്ങൾക്ക് കട്ട് ഓഫ് മാർക്ക് ബാക്കിയുള്ള കാര്യങ്ങളുണ്ടാവും. നിങ്ങൾ എൻട്രൻസ് എക്സാം ചെയ്തിരുന്നാൽ നിങ്ങൾക്ക് സ്കോളർഷിപ്സ് കിട്ടും. സോ നിങ്ങൾക്ക് എന്തുകൊണ്ട് മെറിറ്റ് ട്രൈ ചെയ്തുകൂടാ? മെറിറ്റ് പറ്റി നിങ്ങൾ മാനേജ്മെന്റ് സീറ്റിൽ പോകുന്നെങ്കിൽ പോലും എന്തുകൊണ്ട് നിങ്ങൾക്ക് നേരിട്ട് ട്രൈ ചെയ്തോളൂ ഗൈസ്. അപ്പോൾ ഈ കോളേജ് ഒക്കെ ഫൈനൽ സർട്ടിഫിക്കേഷൻ അക്രഡിറ്റേഷൻ ഒക്കെ സെറ്റായി നിങ്ങൾ അവിടെ പോകാൻ വേണ്ടി തീരുമാനിച്ചു. ചെയ്യേണ്ട മറ്റൊരു കാര്യം, ഞാനൊരു കാര്യം BSc നഴ്സിംഗിന്റെ കാര്യം പറഞ്ഞുതരാം. നമുക്ക് ആ തൽക്കാലത്തേക്ക് അത് എടുക്കാം. മെഡിക്കൽ ഫീൽഡല്ലേ, മെഡിക്കൽ ഫീൽഡാകുമ്പോൾ എന്ത് പറ്റും, കോളേജും അക്രഡിറ്റേഷൻ മാത്രം പോരല്ലോ, അവർക്ക് പ്രാക്ടിക്കൽ സ്കിൽസിന് അവർ ഏത് ഹോസ്പിറ്റലിലേക്കാണ് കൊണ്ടുപോകുന്നത്, അതിനുള്ള ഫെസിലിറ്റീസ് ഉണ്ടോ, ഒരു തേർഡ് പാർട്ടി ആയിട്ട് ഒരു തേർഡ് പേഴ്സൺ ആയിട്ട് ജസ്റ്റ് കുറച്ച് കാശ് പോക്കറ്റിൽ നിന്ന് സ്പെൻഡ് ചെയ്ത് നമ്മുടെ പാരൻസിനെയും നമുക്ക് അറിയാവുന്ന ഒരാളെയും കൊണ്ടിട്ട് അവിടെ പോയി ചെക്ക് ചെയ്യുക, ഒന്ന് ഒബ്സർവ് ചെയ്യുക. അല്ലെങ്കിൽ അവിടെ പഠിച്ച ആൾക്കാരോട് ഒരാളോട് ചോദിക്കരുത്, 3-4 പേരോട് തിരക്കുക, ഓൺലൈനായിട്ട് അവരുടെ റിവ്യൂസ് തിരക്കുക. സോ ഈ റിവ്യൂസ് ഒക്കെ നോക്കുമ്പോൾ നമുക്ക് ക്ലാരിറ്റി കിട്ടും, അത് വർത്തിട്ടാണോ അല്ലയോ എന്ന്. വർത്തിട്ടല്ലെങ്കിൽ ഡ്രോപ്പ് ചെയ്യുക. ഇവിടെ നമ്മുടെ നാട്ടിലെ കോളേജുകൾക്ക് ഒരു ക്ഷാമവുമില്ല ഗൈസ്. BSc നഴ്സിംഗ് ആവട്ടെ, എഞ്ചിനീയറിംഗ് ആവട്ടെ, മെഡിക്കൽ ആവട്ടെ, ഇഷ്ടം പോലെ കോളേജസ് ഉണ്ട്. പല കോളേജസും പൂട്ടിക്കൊണ്ടിരിക്കുക, പഠിക്കാൻ പിള്ളേരില്ലാതെ വരുന്നുണ്ട്. സോ നല്ല കോളേജസ്, നല്ല ഫാക്കൽറ്റീസ് ഉള്ളത് ചൂസ് ചെയ്യുക. ഇമാതിരി ഞാൻ എല്ലാ എഡ്യൂക്കേഷൻ കൺസൾട്ടൻറ്റ് ഫ്രോഡ് എന്നല്ല പറയുന്നത്, പക്ഷെ ഞാൻ കേട്ട കോൺവെർസേഷനെ ബേസ് ചെയ്താണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഈ ഫ്രോഡുകളുടെ വായി പോയി ചാടാതിരിക്കുക. ഞാൻ നിങ്ങൾക്ക് ഒരു എക്സാമ്പിളോട് പറഞ്ഞുതരാം കേട്ടോ, ഒരു എക്സാമ്പിളോട് പറഞ്ഞുതരാം. ഞാൻ കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ ഇവിടെ അഡ്മിഷൻ ചെയ്തൊരു പുള്ളി, ഇപ്പം പുള്ളി അഡ്മിഷൻ ചെയ്യുന്നൊന്നും എനിക്കറിയില്ല. അപ്പോൾ പുള്ളിക്കൊരു കോള് വരുന്നുണ്ട്. പുള്ളിയുടെ കൂടെ അല്ലെങ്കിൽ ഒരു അഡ്മിഷൻ ചെയ്യുന്ന മറ്റൊരു പുള്ളിക്കാരനാണ്. പുള്ളിക്കാരൻ അഡ്മിഷൻ ചെയ്ത കോളേജിലെ കുറച്ചധികം കുട്ടികളുടെ അല്ലെങ്കിൽ ആ കോഴ്സിന്റെ അക്രഡിറ്റേഷൻ പോയി. എന്തു ചെയ്യും ആ കുഞ്ഞുങ്ങളുടെ അവസ്ഥ? എനിക്ക് തോന്നുന്നില്ല അവരാരെങ്കിലും അതിന്റെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുമെന്ന്. നമ്മുടെ കാശ്, നമ്മുടെ ടൈം, നമ്മുടെ എഫേർട്ട് ഒക്കെ പോയല്ലേ. ആരിതിന് ഉത്തരവാദിത്വം പറയും? ആരിതിന് സപ്പോർട്ട് ചെയ്യും ഗൈസ്? സോ പ്രിയ സുഹൃത്തുക്കളെ, കൂട്ടുകാരെ, നിങ്ങളൊരു അഡ്മിഷൻ എടുക്കാൻ പോകുന്നതിന് മുന്നേ നിങ്ങളുടെ പ്രോപ്പറായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് ചെക്കുകൾ നടത്തുക. നമ്മുടെ കാശ്, നമ്മുടെ സമയം ആർക്ക് വേണ്ടി വേസ്റ്റ് ചെയ്യാതിരിക്കുക. ഈ ലോകം എന്ന് പറയുന്നത് കാശിന് വേണ്ടി തന്നെയാണ് എല്ലാവരും ഓടുന്നത്. ഈ പറഞ്ഞ എനിക്കും ജീവിക്കാൻ കയ്യിൽ കാശ് വേണം. ചില ആൾക്കാർ മറ്റുള്ളവരെ പറ്റിച്ചുണ്ടാക്കുമ്പോൾ മറ്റു ചിലർ നേരായ രീതിയിൽ കഠിനാധ്വാനം ചെയ്തുണ്ടാക്കും. നിങ്ങളുടെ അച്ഛൻ, അമ്മ ചിലപ്പോൾ ഹോട്ടലിൽ ജോലി ചെയ്യുന്ന ആളാവും, ചിലപ്പോൾ ഗവൺമെന്റ് ജോലി ആവാം. ഗവൺമെന്റ് ജോലി അത്ര ഈസി ഒന്നും അല്ല ഗൈസ്. ചിലപ്പോൾ ബാങ്കിൽ ജോലി ചെയ്യുന്ന ഒരാളാവും, ചിലപ്പോൾ ബിസിനസ്സുകാരനാവാം. അവർ കാശ് കുലുക്കിയെടുക്കുന്നതല്ല, ചോര നീരാക്കി പണിയെടുക്കുന്ന കാശാണ്.
സോ അതിനൊരു വാല്യൂ കൊടുക്കുക, അതിനൊരു റെസ്പെക്റ്റ് കൊടുക്കുക. അത് സ്പെൻഡ് ചെയ്യുമ്പോൾ വൈസായിട്ട് സ്പെൻഡ് ചെയ്യുക. നമ്മുടെ കരിയർ അത് നമ്മുടെ റെസ്പോൺസിബിലിറ്റീസ് ആണ്. ദയവ് ചെയ്ത് ഇങ്ങനെയുള്ള ട്രാപ്പുകളിൽ പോയി ചാടാതിരിക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ എന്തെങ്കിലും ക്വസ്റ്റ്യൻസോ ഉണ്ടെങ്കിൽ ഈ വീഡിയോസിൻ്റെ താഴെ കമൻറ്റ് ചെയ്യാം. എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലാണെങ്കിൽ എൻ്റെ എക്സ്പീരിയൻസിൽ ഞാൻ കണ്ട ലൈഫിനെ കുറിച്ചിട്ട് ഞാൻ എന്താ പറയുക റെസ്പോണ്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. മറ്റൊരു കാര്യം, നിങ്ങൾ ഏതെങ്കിലും ഒരു കോളേജിനെ കുറിച്ച് നിങ്ങൾക്ക് ഡൗട്ടുണ്ട്, ആ കോളേജ് ആ കോളേജിൽ എൻ്റെ ഫ്രണ്ട്സോ അല്ലെങ്കിൽ പഠിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ നെറ്റ്വർക്കിൽ തിരക്കിയിട്ട് അവർ പറയുന്ന കാര്യം ഞാൻ പറഞ്ഞു തരാം. അഡ്മിഷൻ എടുക്കുക, അഡ്മിഷൻ സെറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഇതൊന്നും എൻ്റെ ജോലിയിൽ ഞാൻ അതിന് പറ്റിയ ഒരാളുമല്ല. ഞാൻ ജസ്റ്റ് ഒരു നോർമൽ ഹ്യൂമൻ ബീയിങ് മാത്രമാണ്, നോർമലായിട്ട് ഒരാളാണ്. എൻ്റെ ചുറ്റും നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് എൻ്റെ അഭിപ്രായങ്ങൾ ഞാൻ പറയുന്നു, അത്രമാത്രം. അപ്പോൾ ഇത്രമാത്രം ഗൈസ്. ലവ് യു ഓൾ. ബൈ.